അല്ല ഗൈസ്, നമ്മൾ മീൻ മേടിക്കാൻ പോവാണ്. മീൻകാരൻ ചേച്ചി വന്നില്ല. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കാണ് റിജോമോൻ്റെ പശുവിനെ കണ്ടത്. നമ്മുടെ കൂട്ടുകാരനാണ്. ഇന്നലെ റിജോമോന് ചെള്ളവളെ കടി കിട്ടിയവരാണ് പശുവിനെ സമയത്ത് അയച്ചിട്ട്. അങ്ങനെ വീണ്ടും വന്നുകൊണ്ടിരുന്നപ്പോൾ ഈ പോത്ത് നാരമ്മ നോക്കിയൊരു ഒരു ഒരു പുച്ഛ വിളിക്കാൻ നമ്മൾ മാത്രമല്ല ഒരുത്തനെ കൂടെ വിളിച്ചത്. പക്ഷെ അവന് നാളെ പരീക്ഷ. അപ്പം ഇന്ന് എഴുതിയാലേ അവന് നാളെ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് അവരുന്ന് എഴുതാം. അവൻ ഭയങ്കര കോൺഫിഡൻ്റ് അവൻ. അപ്പോൾ എനിക്കെന്ന കോൺഫിഡൻസ് എന്തോ അറിയോ, നമുക്കിങ്ങനെ വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എടാ യൂട്യൂബിൽ ഇപ്പോൾ വേക്കൻസി ഒന്നും ഇല്ലടാ, നമ്മളെങ്ങനെയാടാ ആ മുതലാണ്. അങ്ങനെ പോകുന്ന വഴിയിലാണ് ചെറുക്കൻ്റെ വീട്. അപ്പോൾ ചെറുക്കനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. ചെറുക്കനെ പൂട്ടിയൊക്കെ ഇട്ടേക്കുന്നത്, ഇല്ലെങ്കിൽ 100-110 ഓടിക്കളയും വിഷയവൻ. അങ്ങനെ ഞാൻ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞിറങ്ങി ഓടിക്കളയുന്നത്. അപ്പം എന്നോട് പറഞ്ഞ് നീ അവിടെ നിൽക്കി, ചേട്ടൻ കയറാൻ എൻ്റെ കൂടെ വന്ന് ചെറുക്കൻ നമ്മുടെ ആകാശിനെ ചേട്ടൻ കയറേണ്ടത്, അതായത് ഞാൻ കയറേണ്ടത് ഉണ്ട്. അവനെ വിളിച്ച് കയറ്റുന്നുണ്ട്, നമ്മളൊന്നും കയറ്റത്തില്ല, എന്നോട് അവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞ്. അങ്ങനെ അവൻ്റെ ഒരു കള്ളത്തരം എന്തായാലും കണ്ടുപിടിക്കണം. അല്ല അങ്ങനെ സമയത്ത് തന്നെ കിടന്ന് മുള്ളിൽ മൂത്രം ഒഴിച്ചോടാ. ഇങ്ങോട്ട് അങ്ങനെ നമ്മൾ മീൻ കടയിലെത്തി. ഇച്ചിരി ടെൻഷനുണ്ട്, കാരണം നല്ല മീൻ കൊണ്ടുവന്നില്ലെങ്കിൽ സിന്ധു കൊല്ലും, സിന്ധുവിൻ്റെ അമ്മ. അങ്ങനെ മീനിൻ്റെ പേരൊന്നും അറിയത്തില്ല, അതുകൊണ്ട് നൈസിന് ചേട്ടനെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് അങ്ങനെ നമ്മൾ മീൻ മേടിച്ചിട്ടുണ്ട്. സക്സസ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ്